അല്പം മുൻപ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേരള വിഷൻ ന്യൂസിനോട് പ്രതികരിച്ചു. ആ പ്രതികരണത്തിലേക്കാണ് ഇനി പോകുന്നത്. കലോത്സവത്തിലെ വിധികർത്താക്കൾ വിജിലൻസിന്റെ നിരീക്ഷണത്തിലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മത്സരങ്ങളുടെ നടത്തിപ്പിൽ സമയകൃത്യത പാലിക്കുമെന്നും മന്ത്രി കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇന്നലെ മിനിസ്റ്റർ പറഞ്ഞത് മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നു. ഞങ്ങൾ ഇന്നലെ രാത്രി പോകുമ്പോൾ ഇവിടെയൊക്കെ കുറേ ഇല്ലകൾ തീരാനുണ്ടായിരുന്നു. പക്ഷേ ഒന്ന് ഇരുട്ടി വെളുത്ത് കഴിഞ്ഞപ്പോൾ അപ്പം കണ്ട സംഭവമേ അല്ല. വളരെ മനോഹരമായിട്ട് വേദികളെല്ലാം തന്നെ ഒരുക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ പതാക ഉയർത്തലിലേക്ക് പോവുകയാണ്. ഇതിൻ്റെ തുടങ്ങാൻ വേണ്ടി നിൽക്കുകയാണല്ലോ, നമ്മൾ ഈ ഒരു ആഘോഷത്തിലേക്ക് കടക്കാൻ വേണ്ടി നിൽക്കുകയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് മിനിസ്റ്റർ ഈ ഒരു സമയത്ത് പറയാനുള്ളത്? എല്ലാം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ മനുഷ്യസാധ്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട്, ഒരു കുറവും വരുത്താതെ. ഇനിയിപ്പം നമ്മളത് ഉദ്ഘാടനം കഴിഞ്ഞ് മത്സരങ്ങളിലേക്ക് പോകുന്ന അവസരത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പലയിടത്തും ഉണ്ടാവും. അതെല്ലാം അപ്പോഴെപ്പോഴും പരിഹരിക്കും. എന്തായാലും ഞാൻ പരിപൂർണ്ണ സംതൃപ്തനാണ്. ഏറ്റവും നന്നായി തന്നെ നടത്തുന്നതിന് വേണ്ടി പിന്നെ കഴിയും. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഉത്സവമാണ്, എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്നതാണ്. ഇതൊരു പഠന വിഷയമാക്കേണ്ട കലോത്സവമാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്കൂൾ കലോത്സവം എന്ന് പറയുന്നത്. ഇത്രയും കുട്ടികളും ഇത്രയും രക്ഷകർത്താക്കളും ജഡ്ജസും എല്ലാം ഒന്ന് കൂടി ഒരു പരാതിയില്ലാതെ പോകുക എന്ന് പറഞ്ഞാൽ അതൊരു ഒരുപാട് പ്രത്യേകതകളുള്ളതാണ്. ഇതെല്ലാം കാര്യങ്ങൾ നോക്കിയാലാണ് ശരിക്കും നമുക്കിങ്ങനെ ഒരു വലിയ സംഘാടനം, അത് ഒരു സംഘാടകൻ എന്ന നിലയിൽ അങ്ങയുടെ മുൻകാല പരിചയമൊക്കെ ഇതിനകത്ത് ഉപകാരപ്പെട്ടിട്ടുണ്ടല്ലോ. അതെല്ലാം ഉണ്ടായിരിക്കാം, ഒരു പക്ഷേ ഞാൻ സംഘാടകൻ എന്നുള്ള നിലയിൽ പിന്നെ ഉണ്ടായിരിക്കാം. എന്നാലും അതല്ല, ഒരു കൂട്ടായ്മയാണിത്, എൻ്റെ മാത്രം പ്രശ്നമല്ല. വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഒരു കൂട്ടായ്മയാണ്. കാരണം ഏതെങ്കിലും ഒരു ചുമതല ഏറ്റെടുത്ത ആൾ 5 മിനിറ്റ് ഉറങ്ങിപ്പോയാൽ അത് അവിടെ കുറവുണ്ടാവും. അപ്പോൾ ഒരു കൂട്ടായ്മ ആകുമ്പം ആ കൂട്ടായ്മയിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണല്ലോ ഒരു സംഘാടകന് വന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത്. മിനിസ്റ്ററൊപ്പം ഇനിയിപ്പോൾ ഈ കഴിഞ്ഞ തവണ നമുക്ക് അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടായില്ല ഈ അപ്പീലുമായി ബന്ധപ്പെട്ട്. പക്ഷേ അതിനു മുമ്പൊക്കെ വലിയ രീതിയിൽ നമുക്ക് ഈ സമയക്ലിപ്തത പാലിക്കാൻ പോലും കൂടെ പറ്റാത്ത രീതിയിൽ ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം സമയക്ലിപ്തത കൃത്യമായിട്ട് പാലിച്ചു. ഇപ്പോൾ 10 മണിക്ക് ആരംഭിച്ചു, 5 മണിക്ക് അവസാനിച്ചു. പ്രാവശ്യം നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. അപ്പീലിൻ്റെ പ്രശ്നം ഇത്തവണ നമ്മൾ അങ്ങനെ പേടിച്ചു കുറച്ച് വന്നിട്ടുണ്ട്. അപ്പീൽ കുറച്ച് വന്നിട്ടുണ്ട്. ജൂറികൾക്കെതിരെയുള്ള ആരോപണങ്ങൾ അങ്ങനെ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ഒന്നുമില്ല, ഈ പ്രാവശ്യം ഒന്നും ഉണ്ടാകാൻ സാധ്യത. നിരീക്ഷണങ്ങളൊക്കെ ഏത് നിലയിലായിരിക്കും? അവരെല്ലാം വിജിലൻസിൻ്റെ നിരീക്ഷണത്തിലാണ്. അവർ ഐറ്റം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവരുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. അപ്പോൾ ആർക്കും സംശയമില്ല. ആ സമയത്ത് മാത്രമേ നമുക്ക് ഇവരെ ആരാണെന്ന് അറിയാൻ പറ്റുള്ളൂ. മാത്രം അതിൻ്റെ നമ്മൾ ഒരിക്കലും അറിയില്ല ആരാണെന്ന്. നമ്മുടെ സംഘാടനം. അതെ, കൊല്ലത്തേക്ക് വരുന്നത് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്, 1.5 പതിറ്റാണ്ടോ അടുത്ത സമയത്തല്ല, 15 വർഷത്തിന് ശേഷമാണ്. ഈ 1.5 വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 15 വർഷത്തിന് ശേഷം വരുന്ന ഘട്ടത്തിൽ അത് നമ്മൾ എങ്ങനെയാണ് മിനിസ്റ്റർ അതിനൊരു സ്പെഷ്യലായിട്ട് എടുത്ത് കൈകാര്യം ചെയ്തിരുന്നത്? അതിപ്പോൾ കഴിഞ്ഞ വർഷം കോഴിക്കോട് നടത്തിയ പോലുള്ള സംവിധാനങ്ങൾ തന്നെയാണ്. ഓരോ 62 കലോത്സവവും ഒരേ രീതിയിലുള്ള തയ്യാറെടുപ്പ് തന്നെയാണ് നടത്തേക്കുന്നത്. ചിലപ്പോൾ ചില കുറവുകൾ സംഭവിച്ചത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് സന്തോഷകരമായി തന്നെ ഇതിലേക്ക് കടക്കാം, സന്തോഷകരമായി കടക്കാം. ഇനി ഏതായാലും ഉദ്ഘാടനം കഴിയുന്നവരെ ഒരു ടെൻഷൻ ഉണ്ടല്ലോ. ഫസ്റ്റ് മത്സരം ആരംഭിക്കുമ്പോൾ മാത്രമേ എനിക്കൊരു നോർമൽ ആവുള്ളൂ ഞാൻ. അതിനുശേഷം പിന്നെ നമ്മൾ അതിൻ്റെ ട്രാക്കിലേക്ക് വരും. അപ്പം ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. സാധാരണ നമ്മളൊക്കെ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പോയി കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടാൻ വേണ്ടി ആദ്യത്തെ വരി പാടുന്ന സമയത്ത് നമുക്കൊരു ആശങ്കയുണ്ടാവും. അത് കഴിയുമ്പോൾ അത് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഏറ്റവും ഭംഗിയായി തന്നെ ഇതിൻ്റെ സംഘാടനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ആ നിലയ്ക്ക് ഉള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ നടത്തിയിട്ടുണ്ട്. മിനിസ്റ്റർ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യസാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പൂർത്തിയാക്കിക്കൊണ്ട് തന്നെയാണ് 62ാമത് കലോത്സവത്തിൽ കൊല്ലത്ത് തിരശ്ശീല ഉയരുന്നത്. ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുനിന്ന്, സംഘാടകരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. മികച്ച സംഘാടനം തന്നെ നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. രഞ്ജിത്തിനൊപ്പം എബി ജോൺ തോമസ്, ടീം കേരള വിഷൻ.